അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എഡിൻബ്രോ ഒരു വൺ ഡേ ട്രിപ്പായിട്ട് എഡിൻബ്രോയുടെ സിറ്റി മാത്രം ചുറ്റിക്കറങ്ങി ഒന്ന് കാണാനായിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ UK വന്നപ്പോൾ തൊട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു സ്കോട്ട്ലൻഡ് കാണണമെന്ന്. അപ്പോൾ സ്കോട്ട്ലൻഡിലേക്ക് ഞാൻ ഡ്രൈവ് ചെയ്യാത്തത് കൊണ്ട്, നമുക്ക് വണ്ടി ഇല്ലാത്തത് കൊണ്ട് അവിടെ വരെ പോകാനായിട്ടുള്ള സ്കോട്ട്ലൻഡ് മുഴുവനായിട്ട് കാണാനായിട്ടുള്ളൊരു നിവൃത്തിയില്ല. അതുകൊണ്ട് നമുക്കിന്ന് എഡിൻബ്രോയുടെ സിറ്റി മാത്രമായിട്ടൊന്ന് ചുറ്റിക്കറങ്ങി കാണാമെന്നുള്ളൊരു പ്ലാനിലാണ് നിങ്ങൾ വന്നേക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മളിവിടെ ഒന്ന് ഭയങ്കര ഏൻഷ്യൻ്റ് ആയിട്ടുള്ളൊരു ചർച്ചിലാണ് കേട്ടോ കയറിയത്. അപ്പോൾ പഴയ രാജാക്കന്മാരുടെ ആരുടെയൊക്കെ ശവകുടീരമൊക്കെ കണ്ടിട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ ഹിസ്റ്ററി ആയിട്ട് വലിയൊരു ചേർച്ച ഇല്ലാത്തതുകൊണ്ട് ഒത്തിരി കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലായില്ല. സ്കോട്ട്ലൻഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പുള്ളൊരു സ്ഥലം എന്ന് പറഞ്ഞിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോയൊരു ടൈമിൻ്റെ അല്ലെങ്കിൽ എഡിൻബ്രോ ആയതുകൊണ്ട്, എഡിൻബ്രോ കുറച്ചുകൂടെ ഒരു താഴ്ന്ന പ്രദേശമാണല്ലോ, അതായത് സ്കോട്ട്ലൻഡിൻ്റെ ഹൈലൻഡ്സിലേക്ക് പോകുമ്പോഴാണ് തണുപ്പ് കൂടുതൽ. അപ്പോൾ എഡിൻബ്രോ ആയതുകൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. നമ്മൾ ഭയങ്കര പ്ലസൻ്റ് ആൻഡ് സണ്ണി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു പോയത്, അതുകൊണ്ട് തന്നെ തണുപ്പ് കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പോകുന്നൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യം ഒരു സ്ഥലത്ത് ഇറങ്ങി കണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടാമത് പോകുന്നൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ ആർതേഴ്സ് സീറ്റ്. അതവിടെ സ്കോട്ട്ലൻഡിൻ്റെ സിറ്റിയിൽ തന്നെ ഉള്ളൊരു ഹൈക്കിംഗ് സ്പോട്ടാണ്. എന്താ പറയുക, വലിയൊരു മല, സിറ്റിയുടെ നടുക്കൊരു മല എന്ന് വേണമെങ്കിൽ, എനിക്ക് അങ്ങനെയാണ് തോന്നിയത് മേളിൽ കയറി കണ്ടിട്ട്. ഇതിൻ്റെ പറഞ്ഞ പോലെ വലിയ ഹിസ്റ്ററി ഒന്നും എനിക്കറിയില്ല. അപ്പോൾ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻറ്റ് ആൻ്റണീസ് ചാപ്പൽ എന്ന് പറഞ്ഞിട്ട് പണ്ടത്തെ എന്തോ ഒരു പള്ളിയുടെ എന്തോ ഒരു പഴയ അവശിഷ്ടമാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ആർതേഴ്സ് സീറ്റിലേക്ക് പോകുന്ന വഴിക്കുള്ളൊരു അട്രാക്ഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ കാണാൻ ഭംഗിയുള്ളൊരു ഏൻഷ്യൻ്റ്, അതായത് പഴയ ഒരു ബിൽഡിങ്ങിൻ്റെ അവശിഷ്ടം പോലെ കണ്ടതുകൊണ്ട് നമ്മൾ ജസ്റ്റ് കാണാനായിട്ട് കയറി. എന്തായാലും പോകുന്ന വഴിക്കല്ലേ എന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ കുറേ പേര് ഓൾറെഡി വന്ന് ഫോട്ടോസ്, വീഡിയോസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ആർതേഴ്സ് സീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ സിറ്റിയുടെ നടുക്കുള്ള വലിയൊരു മല. അപ്പോൾ അതൊരു ഹൈക്കിംഗ് സ്പോട്ട് പോലെയാണ്. എഡിൻബ്രോയിലുള്ള പ്രോപ്പർ എഡിൻബ്രോയിൽ തന്നെ ഉള്ളൊരു ഹൈക്കിംഗ് സ്പോട്ട് പോലെ. അപ്പോൾ നമ്മുടെ സിറ്റിയിൽ നിന്ന് ഒരു അരമണിക്കൂറോളം നടക്കാനുണ്ടെന്ന് എനിക്കൊന്ന്, അരമണിക്കൂർ കൂടുതലുണ്ടാവും. അതിൻ്റെ മലയുടെ പൊക്കത്തേക്ക് കയറി കഴിയുമ്പോഴേക്കും കുറച്ചും കൂടി ഒരു റിസ്കി ആയിട്ടുള്ളൊരു ഹൈക്ക് ഏറ്റവും പൊക്കത്ത് ചെന്ന് കഴിയുമ്പോൾ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പാറയൊക്കെ ആയതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ ചവിട്ടിയൊക്കെ കയറണം. പുറകിൽ നോക്കി അറിയാം ആൾക്കാരൊക്കെ ഒരുമാതിരി ഗുസ്തിയൊക്കെ പിടിച്ചാൽ. കാരണം എല്ലാവരും തന്നെ സിറ്റി കാണാൻ വരുന്നവർ, അവിടെ നിന്ന് നടന്നു വരുന്നവർ, നമ്മുടെ ആണെങ്കിലും ഡ്രസ്സ് കണ്ടവർ, ഒരു പ്രോപ്പർ ഹൈക്കിങ്ങിനുള്ള രീതിക്ക് വരുന്നവർ വളരെ കുറവാണ്. ബാക്കി എല്ലാവരും സിറ്റി കാണാൻ വന്നവർ ഇങ്ങനെ ഒരു മലയും കൂടെ അവിടെ ഉള്ളതുകൊണ്ട് കാണാൻ വരുന്നതാണ്. അവിടെ നമ്മൾ ഇറങ്ങിയിട്ട് ഡൈനാമിക് എർത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തേക്ക് കണ്ടുപോയത്. ആ മുമ്പിൽ കാണുന്ന വവ്വാല് പോലിരിക്കുന്ന ബിൽഡിംഗ് ആണ്. അവിടെ എന്തോ കുട്ടികളുടെ എക്സിബിഷൻ അങ്ങനെ എന്തൊക്കെ നടക്കുകയായിരുന്നു. ഞാൻ ജസ്റ്റ് കയറി ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് പോകണമെങ്കിൽ പൈസ കൊടുക്കണമായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും ഞാൻ ഇറങ്ങിപ്പോകുന്നു പെട്ടെന്ന്. എഡിൻബ്രോ ചെന്ന് കഴിഞ്ഞാൽ മെയിനായിട്ട് കാണാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എഡിൻബ്രോ നിറച്ച് മോണുമെൻറ്റ്സ് ആണ്. അത് ഈ മുമ്പിൽ നിൽക്കുന്ന സാധനം അങ്ങനെ ഒരു മോണുമെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ പല മോണുമെൻറ്റിലൂടെ നമ്മൾ കയറി ഇറങ്ങിയാണ് നടക്കുന്നതാണ് മെയിനായിട്ട് എഡിൻബ്രോയിലെ ഒരു അട്രാക്ഷൻ എനിക്ക് തോന്നുന്നുണ്ട്. എല്ലാ മോണുമെൻറ്റ്സിൻ്റെ ഒന്നും പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് മോണുമെൻറ്റ് ഓഫ് സ്കോട്ട്ലൻഡ്. അതാ ഈ കാണുന്നതാണ് മോണുമെൻറ്റ് ഓഫ് സ്കോട്ട്ലൻഡ് എന്ന് പറഞ്ഞത്. കുറച്ചുകൂടെ ഒന്ന് വിശദീകരിച്ച് പറഞ്ഞാൽ നാഷണൽ മോണുമെൻറ്റ് ഓഫ് സ്കോട്ട്ലൻഡ്. സൈഡ് വ്യൂവിൽ ഇതേ ഈ പൊങ്ങി നിൽക്കുന്ന മോണുമെൻ്റ് ആണ് കേട്ടോ നെൽസൺസ് മോണുമെൻറ്റ്. ഈ മോണുമെൻറ്റുകളുടെ ഒക്കെ ഹിസ്റ്ററി എന്താണെന്നൊന്നും ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. ഐ വാസ് വെരി വീക്ക് ഇൻ ഹിസ്റ്ററി. ഇന്ന് ഈ സംഗീത ഉപകരണം വായിക്കുന്ന ഒരു ചേട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കോട്ട്ലൻഡിൻ്റെ ട്രഡീഷനൊക്കെ ഒന്ന് കാണിക്കുന്ന ഒരു സൈസ് ആർട്ട് ഫോമും അവരുടെ ഡ്രസ്സിങ്ങും ഒക്കെ അങ്ങനത്തെ പണ്ടത്തെ സ്കോട്ട്ലൻഡ് ട്രഡീഷൻ വൈസുള്ള ഒരു ഡ്രസ്സിങ്ങൊക്കെ ആയിരുന്നു കേട്ടോ കണ്ടത്. അപ്പം നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി പിന്നെ സ്കോട്ട്ലൻഡിൻ്റെ സിറ്റി കൂടെ നടക്കാൻ തുടങ്ങി. ഇത് അടുത്ത ഒരു മോണുമെൻ്റ് ആണ്.
അപ്പോൾ ഈ മോണുമെൻറ്റിൻ്റെ പേര് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. സ്കോട്ട് മോണുമെൻ്റ് എന്നാണ് പേര്. ഇപ്പോൾ സ്കോട്ട്ലൻഡിൽ, അതായത് എഡിൻബ്രോയിൽ പോകുന്ന എല്ലാവരുടെയും ഫോട്ടോസിലും വീഡിയോസിലും എല്ലാം പൊതുവേ കണ്ടിട്ടുള്ളൊരു മോണുമെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ വന്നൊന്ന് ഫോട്ടോ എടുക്കണമെന്ന് എനിക്കും ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ. അവിടുന്ന് നമ്മൾ ഇറങ്ങി വന്നിട്ട് നാഷണൽ ആർട്ട് മ്യൂസിയം ഓഫ് സ്കോട്ട്ലൻഡോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് സ്കോട്ട്ലൻഡിൻ്റെ തന്നെ ഒരു ആർട്ട് മ്യൂസിയമാണ്. അതിനകത്തേക്ക് കയറിയപ്പോൾ അതിനകത്ത് ഇങ്ങനെ കുറേ ഡ്രോയിങ്സ്, അതിന് കുറേ ഇമ്പോർട്ടൻസും അതിൻ്റെ ട്രഡീഷനും ഹിസ്റ്ററിയും ഒക്കെ ഇങ്ങനെ കൂടിക്കുഴച്ചിട്ടുള്ള കുറേ പെയിൻറ്റിങ്സ് ഇങ്ങനെ കണ്ടു. പെയിൻറ്റിങ്സ് കുറേയൊക്കെ ഞാനിങ്ങനെ നോക്കി നടന്നു. പിന്നെ ഇതിനകത്ത് നടക്കുന്നവരെന്ന് പറഞ്ഞാൽ എല്ലാവരും തന്നെ ഭയങ്കര ആർട്ട് എൻത്യൂസിയാസ്റ്റിക് ആയിട്ടുള്ളവരാണ്. എനിക്ക് ഈ ആർട്ടിനെക്കുറിച്ചും വലിയ പിടുത്തമൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പടമൊക്കെ കണ്ട് നടന്നിട്ട് ഞാനിങ്ങോട്ട് ഇറങ്ങിപ്പോന്നു. എന്നിട്ട് നമുക്ക് അടുത്ത പരിപാടി എന്ന് വന്നിട്ടുണ്ടെങ്കിൽ എഡിൻബ്രോ ക്യാസിലേക്കാണ് പോകുന്നത്. അപ്പോൾ എഡിൻബ്രോ ക്യാസിലിൻ്റെ അകത്തേക്ക് എൻട്രിക്ക് ടിക്കറ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ടിക്കറ്റ് എടുത്ത് കയറിയില്ല, കാരണം ഞാൻ നടന്ന് തിരിഞ്ഞ് അവിടെ ചെന്നപ്പോഴേക്കും ക്യാസിൽ അടയ്ക്കാനായിട്ടുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ നേരത്തെ പോകേണ്ടതായിരുന്നത്. എന്തായാലും ലേശം ഒരു മണ്ടത്തിനെ പറ്റിപ്പോയി. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വിസ്കി എക്സ്പീരിയൻസിൽ കയറിയായിരുന്നു, ഞാൻ ഓർക്കണില്ല. അത് കഴിഞ്ഞിട്ടാണോ അതിന് മുമ്പാണോ കയറിയത് ഞാൻ ഓർക്കണില്ല. എന്തായാലും അടുത്ത് നമ്മൾ ക്യാസിലേക്ക് പോകാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു നടന്നത്. അപ്പോൾ പോകുന്ന വഴിക്കാണ് നമ്മൾ ഈ പറഞ്ഞ സ്കോട്ടിഷ് വിസ്കി എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞൊരു വിസ്കി, അവിടെ എന്താ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു വിസ്കി ഷോപ്പ് കണ്ടു. അവിടുത്തെ വിസ്കിയുടെ ഒക്കെ വന്ന് വില കണ്ടപ്പോൾ നമ്മുടെ കണ്ണ് തള്ളിപ്പോയിട്ട് അത്രയും വിലയുള്ള സാധനങ്ങളായിരുന്നു. പിന്നെ ഇവിടെ ഇരിക്കുന്ന ചോക്ലേറ്റ്സ് അങ്ങനെയുള്ള സാധനങ്ങളിൽ എല്ലാത്തിലും തന്നെ ആൽക്കഹോൾ കണ്ടൻറ്റുള്ള ചോക്ലേറ്റ്സ് ആണ് കേട്ടോ. ഓരോരുത്തരും ഓരോ ടൈപ്പാണല്ലോ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കെല്ലാം കാണുക, അങ്ങനെ കണ്ട് ആസ്വദിച്ച് നടക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇവിടെയുള്ള സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ നമ്മളങ്ങനെ വിസ്കിയോട് അത്ര അഗാധമായ സ്നേഹമൊന്നും ഇല്ലാത്തത് കൊണ്ടും ചോക്ലേറ്റ്സ് ആണെങ്കിൽ എനിക്ക് നോർമലായിട്ടുള്ള ചോക്ലേറ്റ്സ് ആണ് ഇഷ്ടം. അല്ലാണ്ട് ഇങ്ങനെ വിസ്കി അല്ലെങ്കിൽ ആൽക്കഹോൾ കണ്ടൻറ്റുള്ള ചോക്ലേറ്റ്സിനോട് വലിയ താല്പര്യമില്ലാത്തത് കൊണ്ട് നമ്മൾ അവിടെ നിന്നൊന്നും വാങ്ങിച്ചില്ല. അവിടെ നമ്മൾ ഇറങ്ങി അടുത്തത് ക്യാസിലേക്കായിരുന്നു കേട്ടോ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് ക്യാസിലെത്തിയപ്പോഴേക്കും ക്യാസിലേക്കുള്ള എൻട്രി അവർ ബ്ലോക്ക് ചെയ്ത് തുടങ്ങി. കാരണം അവർക്ക് ക്യാസിൽ അടയ്ക്കാനുള്ള ടൈം ആയതുകൊണ്ട്. പിന്നെ നമുക്ക് ക്യാസിലിന് അകത്തേക്ക് കയറാനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പം നമ്മൾ ക്യാസിലിൻ്റെ പുറത്ത് നിന്ന് കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് അവിടെ ഒരുപാട് ആളുകൾ ഇങ്ങനെ വന്നവരിറങ്ങി പോയി തുടങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാനായിട്ടുള്ള ഒരു അവസരം കിട്ടിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി നടന്നപ്പോൾ വീണ്ടും നമ്മുടെ മറ്റേ സ്കോട്ടിഷ് ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട ചേട്ടൻ വീണ്ടും വേറൊരു ചേട്ടൻ നിന്ന് പാട്ട് പാടുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ദൂരം അങ്ങോട്ട് എഡിൻബ്രോയുടെ തന്നെ സിറ്റി കൂടെ ചുറ്റിക്കറങ്ങിയിട്ട് അവിടുത്തെ എല്ലാ ബിൽഡിങ്സിനും ഒരു ഭയങ്കര ഒരു ആഢ്യത്വം തോന്നുന്നു. ആഢ്യത്വം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് മനസ്സിൽ പറയാം. ഇതെന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഒരു സോവനീർ ഷോപ്പാണ്. നമ്മളിങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ വന്നിട്ട് പോകുമ്പോൾ ഫ്രിഡ്ജ് മാഗ്നറ്റോ അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളുടെ ഒരു പ്രതീകമായിട്ട് സോവനീർ തന്നെ അതിന് പറയുന്നത്. പ്രതീകമായിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് വാങ്ങിച്ചിട്ട് വേണമെങ്കിൽ ടോയ്സോ അല്ലെങ്കിൽ കപ്പോ എന്ത് വാങ്ങിച്ചാലും അവരുടെ സ്കോട്ട്ലൻഡിൻ്റെ ഒരു പ്രതീകമായിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ നമ്മളിവിടെ വന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് എന്തെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിച്ചിട്ട് പോകാം. ഞാനൊരു ഫ്രിഡ്ജ് മാഗ്നറ്റ് ആയിരുന്നു കേട്ടോ വാങ്ങിച്ചത്. പക്ഷേ എനിക്ക് സ്വന്തമായിട്ട് വീടും സ്വന്തമായിട്ട് ഫ്രിഡ്ജും ഇല്ലാത്തതുകൊണ്ട് ഒരു എടുത്ത് ഒട്ടിക്കാനില്ല, അതിൻ്റെ ബാഗിൽ തന്നെ കിടപ്പുണ്ട്. പക്ഷേ സ്വന്തമായിട്ട് വീടും സ്വന്തമായിട്ട് ഫ്രിഡ്ജും വാങ്ങിച്ച് ഒട്ടിക്കാനുള്ള ആഗ്രഹത്തോടു കൂടി ഞാനൊരു ഫ്രിഡ്ജ് മാഗ്നറ്റും വാങ്ങിച്ചിട്ട് അവിടെ നമ്മൾ ഇറങ്ങി. അടുത്ത ഇവിടെ തന്നെ ഉള്ളൊരു ഒരു കത്തീഡ്രലാണ് ഈ കാണുന്നത്. UK വന്ന ഏക കത്തീഡ്രലിൽ കയറിയാലും ഏകദേശം ഒരുപോലെയൊക്കെ തന്നെ നമുക്ക് തോന്നും കേട്ടോ. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ വെതർ നന്നായിരുന്നത് കൊണ്ട് തന്നെ നടക്കാനായിട്ട് അധികം വലിയൊരു ബുദ്ധിമുട്ടില്ല. ഇടയ്ക്ക് ചെറിയൊരു മഴയൊക്കെ പെയ്തിരുന്നു. അതേ പറഞ്ഞ പോലെ നമ്മൾ സോവനീർ ഷോപ്പിനകത്ത് കയറിയ സമയത്തായിരുന്നു മഴ പെയ്തത്. ഷോപ്പിനകത്തുനിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും മഴയൊക്കെ തന്നായിരുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും വെതർ വലിയ കുഴപ്പമില്ല. തണുപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ തണുപ്പുണ്ട്, അന്ന് ഇല്ലയെന്ന് ചോദിച്ചാൽ ഇല്ല. നമുക്ക് ടോളറബിൾ ആയിട്ടുള്ള രീതിക്കുള്ളൊരു തണുപ്പും എല്ലാം ഫേവറബിൾ ആയിട്ടുള്ളൊരു വെതറായിരുന്നു. പക്ഷെ നമ്മൾ രാവിലെ തൊട്ട് ഈ സമയം വരെ നടന്നിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഈ ഫുൾ ടൈം ഞാൻ നടക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ വേറെ ടാക്സിയോ ബസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പിടിച്ചില്ല. സിറ്റിയിൽ വന്നിട്ട് സിറ്റി ഫുള്ള് നടക്കുകയാണ് ചെയ്തത്. ഈ സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ എൻ്റെ ഐഫോൺ എൻ്റെ സ്റ്റെപ്സ് 10,000 സ്റ്റെപ്സൊക്കെ ആയെന്ന് പറഞ്ഞ് കാണിക്കണ്ടായിരുന്നു. അപ്പോൾ സ്റ്റെപ്സ് ഇങ്ങനെ കൂടി വന്ന് എനിക്ക് വിശപ്പ് കൂടി വന്നപ്പോൾ പിന്നെ എനിക്ക് അങ്ങോട്ട് വീഡിയോസിലൊന്നും ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് വിൻ്റർ അങ്ങോട്ട് കഴിയാത്തത് കൊണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്ധ്യ ആയി തുടങ്ങിയായിരുന്നു. അപ്പോൾ സന്ധ്യ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കോട്ട്ലൻഡിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് എഡിൻബ്രോയ്ക്ക്, ഞാൻ സ്കോട്ട്ലൻഡ് എന്ന് പറഞ്ഞാലും എഡിൻബ്രോ ആണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എഡിൻബ്രോയ്ക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി ആയിക്കുമ്പോൾ വേറെ ലുക്ക്, ലൈറ്റ്സ് ഒക്കെ ഓൺ ചെയ്ത് ലൈഫിലായിട്ടുള്ളൊരു സിറ്റി. നമുക്ക് സ്വീഡനിലെ ആൾക്കാരും ബഹളമൊന്നും ഇല്ലാത്തതുകൊണ്ട് വേറെ എവിടെ ചെന്ന ആൾക്കാരെയും ബഹളമൊക്കെ കണ്ടാലും നമുക്കൊരു സന്തോഷമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആളെയൊക്കെ കാണുന്നൊരു സന്തോഷമല്ലോ. അപ്പോൾ എനിവേ നമ്മൾ വിശപ്പായതുകൊണ്ട് അടുത്തുള്ളൊരു കട കണ്ടുപിടിച്ച് അവിടെ ഫുഡ് വാങ്ങിച്ച് കഴിക്കാനായിട്ടായിരുന്നു അടുത്ത കോൺസെൻട്രേഷൻ. പിന്നെ അങ്ങോട്ട് വീഡിയോയിൽ ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്ത് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. എന്നാലും നമ്മൾ ആദ്യം കണ്ട സ്ഥലങ്ങളൊക്കെ നൈറ്റ് ഒരു വ്യൂ കാണാനായിട്ട് എല്ലാം ഒന്നും കൂടെ പോയി റിപ്പീറ്റ് അടിച്ചൊന്ന് കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.